ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജുമോൻ ഇരുന്ന് എഴുതുമായിരുന്നു. തൂന്നിരുന്ന് എഴുതടാ. അജു അറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം. എൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ എല്ലാവർക്കും സുഖമില്ലയോ? അജുമോൻ ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുവാന്നേ. അവനെ ട്യൂഷനുള്ള സൈൻ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുക. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം. പക്ഷേ ഞാൻ ഇച്ചിരി കൂടെ നേരത്തെ എടുക്കേണ്ടുന്നതായിരുന്നു. അജു ആണെങ്കിൽ കടയിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരമായി. അജു കടയിൽ പോയിട്ട് വന്നിട്ട് ഇച്ചിരി നേരം ആയതേ ഉള്ളൂ. 8 മണിയായി വന്നപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പം ഞാൻ അടുക്കളയിലോട്ടൊന്ന് പോവാം നമുക്ക്. എന്നത്തേം പോലെ തന്നെ അജുമോനൊരു ചക്ക പറിച്ച് തന്നായിരുന്നു വൈകിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പം. വേണ്ട ചക്ക കുറച്ച് ഇത് നാളെ എടുക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചു. അപ്പം കുറച്ച് ഞാനെടുത്ത് വേവിക്കാൻ വെച്ച് അത് വെന്തിട്ടുണ്ട്. പിന്നെ ചക്ക വെന്തു കാണാം നമുക്ക്. നമ്മുടെ ചക്ക വെന്തിരിക്കുന്നു. പിന്നെ അജുമോനാണെങ്കിൽ ഇച്ചിരി മീൻ മേടിച്ചുകൊണ്ട് വന്ന് കൂന്തളും 2 കൂന്തൾ 2 മേടിച്ചുള്ളൂ. എന്നാൽ അത് ആദ്യം മുതലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കാൻ പറ്റിയില്ല. കണ്ട കൂന്തൾ വെന്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് ആദ്യമേ എടുക്കണമെന്ന് വിചാരിച്ചില്ല, ഞാൻ മറന്നുപോയായിരുന്നു. ഇതെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് 2 ഉള്ള ഇച്ചിരി വലിയ കൂന്തളായിരുന്നു. പിന്നെ അത് ഞാൻ ഒരു കൂന്തൾ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അജുമോന് വലിയ ഇഷ്ടമാണ്. അവർ 2 മേടിച്ചുകൊണ്ട് വന്നു. 2 കൂന്തൾ. മീൻ മേടിച്ചപ്പം അയിലക്കുഴി പോയാണ് മേടിച്ചത്. അത് കറി വെക്കണം ഇനിയും. പിന്നെ മണി 9 ആയിപ്പം. പിന്നെ ഇത് റെഡിയായി. അജുമോൻ ഇത് മതിയെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ചേർത്തേക്കുന്നത് എന്തൊക്കെയാണെന്നറിയാവോ? ഇതിനകത്ത് ചേർത്തേക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വഴട്ടിയിട്ട്, പിന്നെ അതിലോട്ട് ഒരു സവാള ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തു. പിന്നെ ഒരു തക്കാളി ചേർത്ത് 2 പച്ചമുളക് ചേർത്തൊന്ന് വഴട്ടിയെടുത്തിട്ട്, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ഇത്രയും ചേർത്തു. പിന്നെ അത്രയും ചേർത്തിട്ട് പിന്നെ കൂന്തൾ അതിലോട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചു. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഒരു മസാല, കൂന്തൾ മസാല. വല്ലപ്പോഴും ഇച്ചിരി കൂന്തൾ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഒത്തിരി മേടിക്കത്തില്ല, 1-2 മേടിക്കത്തുള്ളൂ. മീൻ മേടിക്കുമ്പോൾ അജു അവരോട് പറയും എനിക്കൊരു 2 കൂന്തളും കൂടെ തരണേ മാമ എന്ന് പറയുമ്പോൾ അവർ കൊടുക്കും. അങ്ങനെ, അല്ലാതെ പ്രത്യേകം പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ അജുവിന് ഇത് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയാണ്, ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ എല്ലാം ചെയ്യണേ. താങ്ക് യു.